ചങ്ങായിമാർ നിങ്ങൾ സംഭവം അറിഞ്ഞ നമ്മളെ മാത്യു സാമൂൽ അണ്ണനില്ലേ ക്രിസംഗി, ആ ക്രിസംഗി അണ്ണൻ സ്വന്തം സഹോദര സ്ഥാപനമായ സംഘികൾക്കെതിരെ ആഞ്ഞടിക്കുന്നു. 2-3 ദിവസമായി ഈ വീഡിയോ ഇറങ്ങിയിട്ട്. പക്ഷെ ഞാൻ കണ്ടില്ല, ഞാൻ ഇങ്ങനെ സംഭവിക്കുന്നു വിചാരിക്കുന്നില്ല. പക്ഷെ 2-3 ആൾക്കാർ ഇത് റിയാക്ട് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. നമുക്ക് എന്തായാലും ആ മനോഹരമായ ദൃശ്യത്തിലേക്ക് കടക്കാം. വാ. വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മാത്യു സാമ്പലാണേ ഈ വീഡിയോ കണ്ടിട്ട് ദുഃഖം തോന്നിയത് എന്തുകൊണ്ടാണെന്നറിയാം? ഇവർ ദളിതരാണ്, വെറും ദളിതരല്ലട്ടാ, ക്രിസ്ത്യാനികളായ ദളിതർ. ഇവരിപ്പോ നിലവില് ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് മാത്രമാണ് മാത്യു സാമൂലണ്ണന് വളരെ ദുഃഖത്തോട് സംസാരിക്കേണ്ടി വന്നത് കേട്ടാ. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കടക്കാം. വാ. മധ്യപ്രദേശിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ടായ സംഭവമാണ്. സംഘപരിവാറിന്റെ തീവ്രവാദികൾ ബജരാങ്കൾ. എന്താ പറഞ്ഞേ? സംഘപരിവാർ തീവ്രവാദികളോ? അങ്ങനെ സംഭവിക്കില്ലല്ലോ. എന്തു പറ്റി എന്റെ ക്രിസംഗി അണ്ണന്? ഞാനിപ്പോ കൃതാർത്ഥനായി സാമൂലണ്ണ, കൃതാർത്ഥനായി. ഇനി ഇങ്ങനെ എപ്പോഴെങ്കിലും കേൾക്കാൻ പറ്റുമോ എന്നറിയില്ലല്ലോ. എന്തായാലും അണ്ണനെ മുസ്ലിങ്ങളെയും ദളിതരെ ആക്രമിക്കുമ്പോ സംഘപരിവാർ തീവ്രവാദികളല്ല. പക്ഷെ അണ്ണന്റെ ടീമിന് അടി കിട്ടുമ്പോ സംഘപരിവാർ തീവ്രവാദികളായാല സമാധാനമുണ്ട്. നമുക്ക് അടുത്തേക്ക് കടക്കാം. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, ആ കമ്മ്യൂണിറ്റിക്കകത്ത് ചില മാറ്റങ്ങൾ ഉണ്ടായി. അവരെ അംഗീകരിക്കുന്നില്ല, അവർക്ക് അമ്പലങ്ങളിൽ കയറാൻ പറ്റുന്നില്ല, അവർക്ക് എവിടെയും പോകാൻ പറ്റുന്നില്ല. മനുഷ്യ ജീവിതമാണ് ഇത് പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ. അവര് കൺവേർട്ടായോ കൺവേർട്ടായില്ല രണ്ടാമത്തെ കാര്യമാണ്. കൺവേർട്ടായി ആദ്യം സമ്മതിക്കണം കേട്ടോ. അതിപ്പോ ദളിതർക്ക് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ട് അവർ ക്രിസ്ത്യാനികളായി. ഓക്കെ, അത് അംഗീകരിക്കുന്നത് നമ്മള്. അതിപ്പോ മുസ്ലിമിലേക്ക് മാറിയാലും അണ്ണൻ അംഗീകരിക്കണം കേട്ടാ. പക്ഷെ ഇത് ക്രിസ്ത്യാനികളിലേക്ക് മാത്രം ദളിതർ മാറുമ്പോൾ അത് നല്ല കാര്യം. പക്ഷെ അവര് മുസ്ലിം മതത്തിലേക്ക് മാറുമ്പോൾ അത് മതപരിവർത്തനം എന്നും പറഞ്ഞിട്ട് അണ്ണൻ സംഘികൾ ഇങ്ങനെ താങ്ങി കിടക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയായിട്ട് വരാൻ പാടില്ലാട്ടാ. അവര് ഒരു കൂട്ടം പേർ അവര് ഞായറാഴ്ച എങ്ങാണ്ട് കൂടി പ്രാർത്ഥിക്കുക, അവിടെ ഒരു പാസ്റ്റർ, ഇതെല്ലാം ദളിറ്റ്സ് ആണ് മുഴുവനും. എന്തുകൊണ്ടാണ് ദളിറ്റ്സ് ഇത്ര മാത്രം ഈ ക്രിസ്ത്യാനിറ്റിയിലോട്ട് പോകുന്നതിന്റെ റീസൺ എന്താണ്? അതിനെപ്പറ്റി തിരക്കാനും ചോദിക്കാനും കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയില്ല. അതിന്റെ കാരണം എന്താ? റീസൺ ഒന്ന് മാത്രമേ ഇവര് അംഗീകരിക്കാൻ തയ്യാറല്ല. അത് തന്നെയല്ലേ സാമൂലാണ് നമ്മൾ കുറെ കാലമായിട്ട് പറഞ്ഞത്. ദളിതരെയൊന്നും ഈ നോർത്ത് ഇന്ത്യയിലെ ഈ സംഘികളെ അംഗീകരിക്കുന്നില്ലാന്ന്. ഇത് സവർണ സംഘികൾ ഒരിക്കലും മനുഷ്യരായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ലാന്ന്. ഇത് നമ്മൾ ഇത്രയും കാലം പറയുമ്പോൾ അണ്ണൻ അതൊന്നും വിശ്വാസമായില്ല. പക്ഷെ ഇത് ഇപ്പൊ അണ്ണന്റെ ടീമിന് കിട്ടുമ്പോഴാണ് അണ്ണൻ ഇതൊക്കെ മനസ്സിലായി വരുന്നത് അല്ലേ. ഇപ്പൊ അണ്ണന്റെ ടീമിന് കിട്ടുമ്പോൾ അണ്ണന്റെ തലയിലുള്ള ചാണകൽ ഇങ്ങനെ കട്ടലേശായിട്ട് ഇളകി പോകാൻ തുടങ്ങി. ഇപ്പൊ അണ്ണൻ ഇതെല്ലാം കാണാൻ തുടങ്ങി അല്ലേ. എന്നിട്ട് അതിന്റെ പേരും പറഞ്ഞ് കുറച്ച് ബജരാങ്കളും RSS മറ്റ് ഹിന്ദുത്വവാദികളെല്ലാം കൂടെ ചേർന്ന് അവരെ നഗ്നരാക്കുന്നു. കുറച്ചു പേരെ, ഒരു 5-6 പേരെ. എന്നിട്ട് അവിടുത്തെ പോലീസുകാർ അതിന്റെ കൂടെ കൂടുന്നു. അതായത് സ്റ്റേറ്റ്. നിങ്ങൾ ആ വിഷ്വല് കാണുമ്പോഴേ മനസ്സിലാക്കാൻ സാധിക്കൂ എത്രമാത്രം ഭയാനകമാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം. ഇതും ഇസ്ലാമിക രാജ്യങ്ങളോട് കമ്പയർ ചെയ്യുമ്പോഴേ നമ്മൾ എവിടെ നിൽക്കുന്നു. അതിന്റെ ഇടയ്ക്ക് അണ്ണൻ ഇസ്ലാമിക രാജ്യങ്ങളെ കുത്തണ്ട. അണ്ണന്റെ ഉള്ളിലെ ക്രിസംഗി അങ്ങനെ ഉണർന്നു വരണ്ട. എവിടാടോ താൻ ഇസ്ലാമിക രാജ്യത്ത് ഇതുപോലെ കണ്ടിട്ടുള്ളത്? ആൾക്കാരെ നഗ്നരാക്കി കൊണ്ടുപോയി തല്ലിച്ചതക്കുന്നതും കൊല്ലുന്നതും താൻ എവിടാടോ കണ്ടിട്ടുള്ളത്? പിന്നെ നമുക്ക് വിശ്വലൊന്നും കാണണ്ട. ഈ സംഘപരിവാറിന്റെ ആക്രമണം എത്രമാത്രം ഭയാനകമാണെന്ന് കാണാൻ വേണ്ടി തനിക്കത് കാണണമെന്നുള്ളൂ. കാരണം തനിക്ക് അങ്ങനെ കാണുമ്പോഴേ തന്റെ മനുഷ്യത്വം ഉണരുള്ളൂ. ഊമ്പിയ മനുഷ്യത്വം, ഇടക്കിടക്ക് മാത്രം വരുന്ന ഊമ്പിയ മനുഷ്യത്വമല്ലോ ഉണരുള്ളൂ കേട്ടാ. ഇതിനേക്കാളെല്ലാം ഉപരി അവരെ ജയ് ശ്രീറാം ഒക്കെ വളരെ സേക്രട്ട് ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഒരു മുദ്രാവാക്യമാണ്. നമ്മൾ അതിനെ എതിർക്കുന്നില്ല, ആരും എതിർക്കുന്നില്ല. ഇന്ത്യയുടെ ഒരു ഭാഗം, ഐക്കോണിക് ഭാഗം തന്നെയാണ് ഭഗവാൻ ശ്രീറാം. അവരെ കൊണ്ട് നിർബന്ധിച്ച് വിളിക്കുക. അതൊക്കെ പോകട്ടെ. എന്തിനാണ് ഇവര്, അവരുടെ ആൾക്കാർ തന്നെ വീഡിയോ എടുക്കുന്നു, ഇവരെ മർദ്ദിക്കുന്നു, അടിക്കുന്നു, ഉപദ്രവിക്കുന്നു. പാവം ദളിറ്റ്സ്, ദളിത് കമ്മ്യൂണിറ്റിയാണ്. ഒന്നും ചെയ്യാൻ പോലും കഴിയത്തില്ല. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മലയാളിക്ക് നിങ്ങൾ മനസ്സിലാക്കുക, ഇന്ന് നോർത്ത് ഇന്ത്യ ഇതുപോലൊക്കെ തന്നെയാണ്. ഇതുപോലൊക്കെ തന്നെയാണ് എന്നെ ക്രിസംഗി അണ്ണോ, ഇതുപോലെ തന്നെയാണ്. പിന്നെ അത് പാവം ദളിത്സ് എന്ന് പറയല്ല കേട്ടാ, അത് പാവം ക്രിസ്ത്യാനി. അതാദ്യം സമ്മതിക്കണം കേട്ടാ, അത് പാവം ക്രിസ്ത്യാനി. അതുകൊണ്ടാണ് അണ്ണൻ ഇത്രമാത്രം പൊള്ളിയത്. അതും കൂടി സമ്മതിക്കണം കേട്ടാ. ഇത് ജയ് ശ്രീരാം എന്നെല്ലാം പറഞ്ഞത് ഹിന്ദുക്കളുടെ ആരാധനയുടെ ഭാഗമാണെന്നെല്ലാം പറഞ്ഞതെല്ലാം പഴയതാ. ഇപ്പൊ ജയ് ശ്രീരാം എന്നെല്ലാം പറഞ്ഞത് സംഘികൾ ആളെ കൊല്ലാനും ആളെ ആക്രമിക്കാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു മുദ്രാവാക്യം മാത്രമായി എന്റെ ക്രിസംഗിയെ. നമുക്ക് ഇനിയും ക്രിസംഗി അണ്ണന്റെ വിഷമത്തിലേക്ക് കിടക്കാം.
ഒരു കൂട്ടം പേര് ഏകദേശം 10, 150, 200 പേര് തെരുവിൽ കൂടെ നഗ്നരായിട്ട് ഇവരെ കൊണ്ടുവരുന്നു. നഗ്നരായിട്ട് ആലോചിച്ച് നോക്കി. എന്നിട്ട് അവിടെ ക്രൂരമായിട്ട് പബ്ലിക്കിന് മുമ്പിൽ മർദ്ദിക്കുന്നു. ഒരു ഞാനും അമ്പലങ്ങളൊക്കെ കാണുകയും ഞാൻ വിശ്വസിക്കുകയും ഒക്കെ പോയി ചെയ്യുന്ന ഒരാളാണ്. അതിന്റെ മുമ്പിൽ അവരെ നിർത്തിയിട്ട് അവരെ അവിടെ കുമ്പിട, അതായത് അവിടെ തൊഴാൻ പറഞ്ഞിട്ട് അവിടെയും വെച്ച് ഉപദ്രവിക്കുന്നു. ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയൊന്നുമല്ല. ഇത് വല്ലാത്തൊരു വൃത്തികെട്ട ഇന്ത്യയായി മാറുന്നു. ഇതിനെതിരെ നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം. ഇതിനെതിരെ നമ്മൾ പണ്ടേ പ്രതികരിക്കുന്നുണ്ട് ക്രിസംഗി. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും തന്റെ ഇടത്തോടെ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. പക്ഷെ ക്രിസംഗിയെ താങ്കൾ ഇതൊന്നും കാണുന്നില്ല. കാരണം താങ്കളുടെ തലയിൽ ഇങ്ങനെ കുമിഞ്ഞു കൂടിയ ചാണകം, കെട്ടിക്കിടക്കുന്ന ചാണകം ഇപ്പൊ സ്വന്തം സമുദായത്തിന് കിട്ടുമ്പോൾ ചെറുങ്ങനെ ഒന്ന് അനങ്ങി. അപ്പോഴാണ് താങ്കൾ ഇത് കാണുന്നത്. അപ്പോഴാണ് താങ്കൾ ഇതിനെതിരെ പ്രതികരിക്കുന്നത്. അല്ലാണ്ട് സാധാരണ മനുഷ്യന്മാർ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിം എല്ലാം പണ്ടേ ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ട്. പിന്നെ ഈ ക്രിസംഗി സാമൂല് ഇതിനെതിരെ ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഇവൻ പിന്നെയും സംഘികളുടെ കാല് നക്കാൻ പോകും. കാരണം ഈ വീഡിയോക്കൊന്നും റീച്ച് ഇല്ല എന്ന് തോന്നുമ്പോൾ സംഘികൾക്കെതിരെ പറയുമ്പോൾ, കാരണം ഇവന്റെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് സംഘികളാണ്. അപ്പൊ സംഘികളെ പറയുമ്പോൾ സംഘികൾ എന്തായാലും ഈ വീഡിയോ അധികം കാണൂല, നല്ല തെറിയും കാക്കാൻ തുടങ്ങും. അപ്പൊ വീണ്ടും ഇവന്റെ കൃത്യമായ പരിപാടിയിലേക്ക് പോകും. മുസ്ലിം വിരോധത്തിലേക്ക് കടക്കുന്ന കൃത്യമായിട്ട് അറിയാം. ഇവൻ വെറും ഒരു ക്രിസംഗിയാണ്. ഈ സംഘികളെ കാല് മുതൽ എവിടെ വേണോ അവിടെ വരെ നക്കി കൊടുക്കുന്ന ഒരു പക്കാ ക്രിസംഗിയാണെന്നറിയാം. ഇന്ത്യൻ സൈന്യത്തിനെതിരെ പറഞ്ഞിട്ട് എയർ പോയിട്ട് കുറെ ദിവസം ഇവനെ കണ്ടില്ല. പിന്നെ ഇവൻ എയറിന് തായിൽ വന്നപ്പോ സംഘികളെ നല്ലോണം സുഖിപ്പിക്കാൻ ഒരുപാട് വീഡിയോ ചെയ്ത്. പിന്നെ ഇതെന്തോ കാരണം കൊണ്ട് എന്താണ് പറ്റിയെന്നറിയില്ല. എനക്ക് തോന്നുന്നു പുറത്തിറങ്ങിയപ്പോ ആരോ നല്ല 2-3 പെഗ് കൊടുത്ത്. ആ പെഗ് കിട്ടിക്കഴിഞ്ഞാൽ അണ്ണൻ പിന്നെ മാറും. പിന്നെ അണ്ണൻ ശരിയായ അണ്ണനാവും. അപ്പൊ വന്നിട്ടാണ് അണ്ണൻ തോന്നുന്ന, അണ്ണന്റെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അങ്ങനെ വെട്ടിത്തുറന്ന് പറയും. ആ വെട്ടിത്തുറന്ന് പറയുമ്പോൾ ഒരിക്കൽ അണ്ണൻ ഏറിപ്പോയി. ഇതിപ്പോ അണ്ണൻ പറഞ്ഞത് കറക്റ്റ് സത്യം. പക്ഷെ ഈ അണ്ണൻ ഉണ്ടല്ല, കുറച്ചു ദിവസം കഴിയുമ്പോൾ നല്ല അടി കിട്ടും തോന്നുമ്പോൾ അണ്ണൻ ഈ വീഡിയോ ചിലപ്പോൾ മുക്കിയേക്കും. മുക്കുന്നതിന് മുമ്പിലെ ഇതങ്ങ് സ്പ്രെഡായി പോയി. അണ്ണ കുഴപ്പമില്ല, അണ്ണന്റെ കിക്ക് മാറിയില്ല തോന്നും. കിക്ക് മാറിക്കഴിഞ്ഞാൽ അണ്ണനെ തോന്നുന്നു, എടാ ഞാനിത് എന്ത് വീഡിയോ ചെയ്തേ എന്നിട്ട് അണ്ണൻ ഈ വീഡിയോ മുക്കും. അപ്പോഴേക്കും ഈ വീഡിയോ ഒക്കെ മൊത്തം പരന്നുപോയി. അണ്ണ പരന്നുപോയി. അങ്ങനെ ക്രിസംഗി മാത്യു സാമൂൽ അണ്ണൻ 2-3 പെഗടിച്ചപ്പോൾ സ്വന്തം സഹോദര സ്ഥാപനമായ സംഘികൾക്കെതിരെ ആഞ്ഞടിച്ചു. സുഹൃത്തുക്കളെ, ആഞ്ഞടിച്ചു. അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു സുലാൻ.